ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചു. കുട്ടിയെ ആദ്യമായിട്ട് കണ്ട ഡോക്ടർ പുറത്തിറങ്ങി വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കുട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റുകളൊക്കെ നോർമലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി അങ്ങോട്ടുള്ള എല്ലാ ഓരോ ദിവസവും നിങ്ങളുടെ കുട്ടി ഒരു 8-10 മണിക്കൂർ ഒരു അപ്പാരൻ്റ് കോമയിലായിരിക്കും. ഈ കോമയിൽ കിടക്കുന്ന അവസ്ഥയിൽ കുട്ടിക്ക് പ്രത്യേകിച്ച് അനക്കമൊന്നും ഉണ്ടാവില്ല. മരണം സംഭവിച്ചതുപോലെ ഉണ്ടാവും കാണാൻ. പ്രത്യേകിച്ച് അനക്കമൊന്നും ഇല്ലെങ്കിലും കുട്ടിയുടെ മനസ്സ് ബ്രഹ്മാത്മകതയിലായിരിക്കും, അഥവാ ഹലൂസിനേഷനിലായിരിക്കും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല. നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തിൻ്റെ 1/3 ഈ അവസ്ഥയായിരിക്കും. ഇപ്പോൾ ജനിച്ച തൻ്റെ കുട്ടിയെപ്പറ്റി ഡോക്ടർ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാ ഓരോ കുട്ടികളും ഇതേപോലെയാണ്. ദിവസവും ഒരു 8-10 മണിക്കൂറെങ്കിലും അവർ അപ്പാരൻ്റ് കോമയിലാണ്. അതിനാണ് നമ്മൾ സ്ലീപ്പ് അഥവാ ഉറക്കം എന്ന് പറയുക. ഈ ഉറങ്ങുന്ന കുട്ടിയെ കാണാൻ മരണം സംഭവിച്ചതുപോലെ ഉണ്ടാവും. ഈ ഉറങ്ങുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സ് മുഴുവൻ ബ്രഹ്മാത്മകതയായിരിക്കും. അതിനാണ് നമ്മൾ സ്വപ്നം അഥവാ ഡ്രീം എന്ന് പറയുക. ഒരാളുടെ ജീവിതത്തിൻ്റെ 1/3 അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 65-70 വയസ്സ് വരെ ജീവിക്കുന്നൊരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ 20-25 വർഷക്കാലം ഉറക്കത്തിലാണ് ചെലവഴിക്കുന്നത്. നമ്മളൊക്കെ എന്നും കിടന്നുറങ്ങുന്ന ഈ ഉറക്കത്തെ ഉറക്കം എന്ന വാക്ക് ഉപയോഗിക്കാതെ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് പറയുമ്പോൾ ഒരു ഭയാനകരമായ ഫീലിംഗ് ആണ്. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഉറക്കത്തിൽ സംഭവിക്കുന്നത് എങ്കിലും എവല്യൂഷണറി ആയിട്ട് നോക്കിയാൽ അഥവാ പരിണാമപരമായിട്ട് നോക്കിയാൽ നമുക്ക് ജീവിതത്തിൽ 4 ബയോളജിക്കൽ ഡ്രൈവുകളാണുള്ളത്. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, പുനരുൽപാദനം ചെയ്യുക. ഇതിൽ തിന്നുക, കുടിക്കുക, പുനരുൽപാദനം ചെയ്യുക, ഈ 3 ഡ്രൈവുകളുടെ പർപ്പസ് എന്താണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഉറക്കം എന്ന ബയോളജിക്കൽ ഡ്രൈവിൻ്റെ പർപ്പസ് എന്താണ് എന്ന് നമുക്കറിയില്ല. ഉറക്കം കാരണം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. ഉറക്കമില്ലായ്മ കാരണം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഉറക്കത്തിൻ്റെ സെൻട്രൽ പർപ്പസ് എന്താണ് എന്ന് നമുക്കറിയില്ല. അഥവാ എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം നമുക്കറിയില്ല. എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത് എന്നീ ചോദ്യത്തിന് പല കാലഘട്ടങ്ങളിലായിട്ട് പല ശാസ്ത്രജ്ഞരും പല ചിന്തകന്മാരും പല ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനർജി കൺസർവേഷന് വേണ്ടി, അഥവാ ഊർജം സംരക്ഷിക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാനുള്ള അബോധാവസ്ഥ എന്ന് സൈക്കോ അനാലിറ്റിക്കലി പറഞ്ഞവരും ഉണ്ട്. ഐബാൾ ഓക്സിജനേഷന് വേണ്ടി, അഥവാ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള രക്തയോട്ടം കൂടും. അപ്പോൾ കണ്ണിന് കുറച്ചും കൂടെ ഓക്സിജൻ കിട്ടും. ഇതിനു വേണ്ടിയാണ് ഉറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറക്കത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിലും ഉറക്കത്തിൻ്റെ സൈഡ് പരിപാടികളാണ് ഇതെല്ലാം. ഉറക്കത്തിൻ്റെ സെൻട്രൽ തീം എന്താണ് എന്ന് നമുക്ക് ഇനിയും അറിയില്ല. പരിണാമപരമായിട്ട് നോക്കിയാൽ ഉറക്കം ഒരു ജീവിക്ക് ദോഷമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണം തേടി പോകാൻ പറ്റില്ല, മറ്റ് ജീവികളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റില്ല, ഇണ ചേരാൻ പറ്റില്ല, സ്വന്തം കുഞ്ഞിനെ വളർത്താനോ പരിപോഷിപ്പിക്കാനോ പറ്റില്ല, സ്വന്തത്തെയോ സ്വന്തം കുഞ്ഞിനെയോ ആപത്തിൽ നിന്ന് സംരക്ഷിക്കാനും പറ്റില്ല. ഇങ്ങനെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും ഉറക്കത്തിൻ്റെ സമയത്ത് നടക്കില്ല. അപ്പോൾ ഡെഫിനിഷൻ വൈസ് ഉറക്കം ഒരു എവല്യൂഷണറി ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റുകളുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും നമ്മുടെ എവല്യൂഷണറി പ്രോസസ്സ് അഥവാ പരിണാമ പ്രക്രിയ ഉറക്കത്തെ ഒരു സർവൈവൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട്, അഥവാ നമ്മുടെ അതിജീവനത്തിന് ദോഷമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞിട്ടും ഇന്നും എല്ലാ ഓരോ ജീവികളും അതിന് പ്രകൃത ആവശ്യമായ രൂപത്തിൽ ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഉറക്കത്തിന് സമാനമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡ്രൈവ് ഒന്നിനും നഷ്ടപ്പെട്ടിട്ടില്ല. മനുഷ്യനും എത്ര വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഉറങ്ങാനുള്ള ബയോളജിക്കൽ ഡ്രൈവ് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കിടന്നാൽ ഉറങ്ങോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ ഉറങ്ങാനുള്ള ഡ്രൈവ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാനസികമായും ശാരീരികമായും നമ്മളായി നിലനിർത്തുന്നതിൽ ഉറക്കം എന്ന പ്രഹേളികയായ പ്രതിഭാസത്തിന് ഒഴിച്ചുകൂടാനാവാത്ത പങ്കുണ്ട് എന്നുള്ളതാണ്. നമുക്കത് മനസ്സിലായിട്ടില്ല എങ്കിലും ഉറക്കം നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ചെയ്യുന്നത്? ഇതുവരെ നടത്തിയ പഠനങ്ങൾ പ്രകാരം ഉറക്കം കാരണം നമ്മുടെ ശരീരത്തിൽ മെച്ചപ്പെടാത്ത ഒരു അവയവ സംവിധാനം പോലും ഇല്ല എന്നുള്ളതാണ്. അഥവാ എല്ലാ ഓരോ അവയവങ്ങൾക്കും ഉറക്കം കാരണം ഒരു ഒപ്റ്റിമൽ എൻഹാൻസ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൽ മെമ്മറി കൺസോളിഡേഷൻ നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അഥവാ നമ്മൾ പുതുതായിട്ട് പഠിച്ച ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലോട്ട് സേവ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. നമ്മുടെ തലച്ചോറിലെ ഇമോഷണൽ സർക്യൂട്ട് റീകാലിബ്രേറ്റഡ് ആവുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ഈ ഇമോഷണൽ സർക്യൂട്ട് കാരണമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ തലച്ചോറിൽ ഗ്ലിംഫാറ്റിക് വാഷ് ഔട്ട് വഴി അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നത്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റീസ്റ്റോക്കഡ് ആവുന്നുണ്ട്, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ടി സെല്ലുകൾ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഓവറാളായിട്ട് ഇൻഫ്ലമേഷൻ കുറയുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവും ബ്ലഡിലെ ഇൻസുലിൻ്റെ അളവും ഫൈൻ ട്യൂൺഡ് ആവുന്നുണ്ട്.
അഥവാ പ്രോപ്പറായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെല്ലാം ഫൈൻ ട്യൂൺഡ് ആവുന്നുണ്ട്. എസ്പെഷ്യലി ഗ്രലിൻ, ലെപ്റ്റിൻ എന്ന് നമ്മൾ പറഞ്ഞ 2 ഹോർമോണുകൾ. ഇത് കാരണം ആവശ്യത്തിന് ഉറക്കം കിട്ടുന്ന വ്യക്തികൾക്ക് അവരുടെ അപ്പറ്റൈറ്റ് റെഗുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിന് മാത്രമേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തി കിട്ടുകയും ചെയ്യും. ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ വൻകുടലിലുള്ള ഉപകാരപ്രദമായ ബാക്ടീരിയ മെയിൻറ്റെയിൻഡ് ആവുന്നത്. നമുക്കറിയാം, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ഉപകാരപ്രദമായ ബാക്ടീരിയ ഉണ്ട്. ഇത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ വൻകുടലിലാണ്. ഇതിന് ഗട്ട് മൈക്രോബയോം എന്നാണ് പറയുക. നമ്മുടെ വൻകുടലിലുള്ള ഈ ഉപകാരപ്രദമായ ബാക്ടീരിയ എന്തെല്ലാം ഉപകാരങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫൈബർ ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള പല വൈറ്റമിൻസ്, വൈറ്റമിൻ കെ, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് എന്നിങ്ങനെ പല വൈറ്റമിൻസും ഉൽപ്പാദിപ്പിക്കുന്നു. ബിലിറുബിൻ എന്ന മോളിക്യൂളിൻ്റെ രാസപ്രവർത്തനത്തിന് സഹായിക്കുന്നു. നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന ഹാനികരമായിട്ടുള്ള പല കെമിക്കൽസും നമ്മുടെ കുടലിൽ നിന്നും രക്തത്തിലോട്ട് ലീക്ക് ചെയ്യാത്ത രൂപത്തിൽ കുടലിൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഈ കൊളോണിക് ബാക്ടീരിയ ചെയ്യുന്നുണ്ട്. ഈ കൊളോണിക് ബാക്ടീരിയയ്ക്ക് എന്നും മെയിൻ്റനൻസ് ആവശ്യമാണ്. ഈ മെയിൻ്റനൻസ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ഇങ്ങനെ തുടങ്ങി ഉറക്കം കാരണം മെച്ചപ്പെടാത്ത ഒരു അവയവം പോലും നമ്മുടെ ശരീരത്തിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കം കാരണം എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് എന്നതിനേക്കാൾ നല്ല ചോദ്യം, ഉറക്കം കാരണം നമുക്ക് കിട്ടാത്ത ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉറക്കത്തിൻ്റെ കൊളാട്രൽ എഫക്റ്റുകളാണ്, അഥവാ സൈഡ് പരിപാടികളാണ്. ഉറക്കത്തിൻ്റെ സെൻട്രൽ പർപ്പസ് എന്താണെന്ന് നമുക്കറിയില്ല. ഉറക്കം എന്ന പ്രഹേളികയായ പ്രതിഭാസത്തെ എത്ര അത്ഭുതത്തോടെയാണ് ശാസ്ത്രലോകം നോക്കിക്കാണുന്നത് എന്നതിനെപ്പറ്റി ചെറിയൊരു ധാരണ നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാത്രി ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നില്ലേ എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഭക്ഷണം നിയന്ത്രിക്കുന്നതിനേക്കാളും എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ മുമ്പ് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്നും രാത്രി ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളതാണ്. ഒരു ചെലവുമില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ് ഉറക്കം. അതിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് എന്നും രാത്രി കിടന്നുറങ്ങുക, അത് പാഴാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഉറക്കവുമായി ബന്ധപ്പെട്ട് ചെടികളിലും മനുഷ്യരിലും നടത്തിയ ചില പരീക്ഷണങ്ങളുടെ കാര്യമാണ് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ പറയാൻ പോകുന്നത്. അണ്ടിൽ ദെൻ, സ്ലീപ്പ് വെൽ ആൻഡ് സ്റ്റേ ഹെൽത്തി.